കത്തോലിക്ക കണ്ടസിന്റെ കോൺഗ്രസ് അഥവാ വസന്ത് ഉണ്ട്. നമുക്കൊപ്പം വസന്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കത്തോലിക്ക കണ്ടസിന്റെ അഡ്വക്കേറ്റ് പി ജോസഫും നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പി ജോസഫ്, രണ്ട് വിഷയമാണ്. ഒന്ന്, BJPയുടെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ഇടപെടലുകളുണ്ട്. അത് അടക്കം തള്ളിപ്പറയുന്ന ഒരു നിലപാടിലേക്കൊക്കെ ക്രൈസ്തവ സഭ കടക്കുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു വശത്ത് സംഘപരിവാർ പോലും ഈ വിഷയത്തിനകത്ത് എതിർപ്പ് പറയുമ്പോഴും BJPയുടെ ശ്രീ TP ജയന്തൻ മാഷ് ഇതിനകത്ത് പറയുന്നത് ഞങ്ങൾ എടുത്തിരിക്കുന്ന ആ നിലപാട് സത്യസന്ധമാണ് എന്ന് തന്നെയാണ്. അപ്പോൾ സംസ്ഥാന BJP ഈ വിഷയത്തിന് എടുത്തിരിക്കുന്ന നിലപാടുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മുഖവിലക്കെടുക്കാത്തത്? ഇല്ല, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ അധികം കാലഘട്ടങ്ങളായി നമ്മളിപ്പം നോർത്ത് ഇന്ത്യയിലുണ്ടായി ഈ പ്രശ്നത്തെ ഇപ്പോഴത്തെ മാത്രം പ്രശ്നമായിട്ട് കാണേണ്ട കാര്യമില്ല. കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടങ്ങളിൽ ഇവിടെ എക്കാലവും ഇവിടുത്തെ സംഘപരിവാറുകാർ, അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണെങ്കിലും കൊള്ളാം, ഇത് BJP ഭരിക്കുന്ന കാലത്താണെങ്കിലും കൊള്ളാം, അവിടുത്തെ ഭീകരശക്തി സംഘപരിവാർ, ഞാൻ പറഞ്ഞത് അതിനേക്കാൾ ഉപരിയായിട്ട് ബജരംഗൾ പോലുള്ള അതിനകത്തെ തന്നെ ഭീകര സംഘടനകൾ, അല്ലെ തീവ്രവാദ സംഘടനകൾ, ഭീകരം നമ്മൾ പറഞ്ഞത് തീവ്രവാദ സംഘടനകൾ, അവർക്ക് ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുക, അല്ലെ ക്രൈസ്തവരെ അവിടെ നിലനിർത്താതിരിക്കുക, പിന്നെ ക്രൈസ്തവ വിശ്വാസമുള്ളവരൊക്കെ അവിടുന്ന് പാലായനം ചെയ്യിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കോൺഗ്രസ് ഗവൺമെന്റ് കാലത്തും BJP ഗവൺമെന്റ് കാലത്തും ഇത് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രഹാം സ്റ്റെയിൻസ് പിന്നെ 1990 ഭരിക്കുന്നു. അതിനുശേഷം 2021 2024 ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല ജാർഖണ്ഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിലെ ജനസംഖ്യക്ക് 51 സെൻസസ് വരെ ഏതാണ്ട് 3% ക്രൈസ്തവരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പൊ അത് കുറഞ്ഞ് ഏതാണ്ട് 2.25% ആയിരിക്കാണ് ഇരിക്കുന്നത്. ഇവിടെ മതപരിവർത്തനം നടന്നിരുന്നെങ്കിൽ ക്രൈസ്തവ ജനസംഖ്യ കൂടത്തില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ സെക്യുലറിസവും മതസ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടനയുടെ പിന്നെ മൗലികാവകാശത്തിൽപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പ്രിയാമ്പിളിൽ തന്നെ സെക്യുലറിസം പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെയുള്ളപ്പോൾ ഈ പറയുന്ന സ്വാതന്ത്ര്യത്തോടെ പിന്നെ സഞ്ചാര സ്വാതന്ത്ര്യം, അത് ആർട്ടിക്കിൾ പിന്നെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ആർട്ടിക്കിൾ 19 40 വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഭരണഘടന അധിഷ്ഠിതമായി ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഒരിക്കലും ഇതിന് കൂടി നിൽക്കാൻ പാടില്ല. നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം, ഈ കാണുന്ന ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള പിന്നെ ഒരു പറ്റം സ്ത്രീകൾ, അല്ലെങ്കിൽ അവിടുത്തെ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരനായ പിന്നെ റെയിൽവേയുടെ GTR, അല്ലെങ്കിൽ അവിടുത്തെ റെയിൽവേ പോലീസ്, ഇവരെല്ലാം കൂടി ഒന്നിച്ച് രണ്ട് കന്യാസ്ത്രീമാർ ആ വേഷത്തിൽ അവരുടെ കന്യാസ്ത്രീ സഭാവസ്ത്രത്തിൽ കടന്നു വന്നപ്പോൾ അതിൽ സംശയം കാണുകയും അവരെ ഒരു അവരെ ഒരു കള്ളക്കേസിൽ കൊടുക്കുകയും അവരെ ജയിലിലടയ്ക്കുന്ന ശ്രമമാണ് നടന്നത്. പിന്നെ ആൾക്കൂട്ട വിചാരണ, അത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതിന്റെ എല്ലാം അവസാനം എന്താണ് സംഭവിച്ചത്? ആ പറയുന്ന ജ്യോതി ശർമ്മയ്ക്കെതിരെ ഒരു പെറ്റി കേസ് പോലും രജിസ്റ്റർ അവർക്കെതിരെ ആ പറയുന്ന ആൾക്കൂട്ട വിചാരണ നടത്തിയ അവർക്കെതിരെ എന്തെങ്കിലും കേസെടുത്തിട്ടുണ്ടോ? അതാണ് നമ്മളെ വേദനിക്കുന്നത്. ഇവിടുത്തെ സംസ്ഥാന BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരു നരേറ്റീവ് ഉണ്ടാക്കി, ഒരു മുസ്ലിം പിന്നെ വിരുദ്ധത ഒരു പരിധിവരെയെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ പിന്നെ കയറ്റി വിട്ടതിന് ശേഷം ഈ വരുന്ന കാലഘട്ടങ്ങളിൽ മുമ്പോട്ട് പോകാം എന്നൊരു പ്രതീക്ഷയുണ്ട്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച്, ക്രൈസ്തവരെ സംബന്ധിച്ച്. ശ്രീ അഡ്വക്കേറ്റ് പി ജോസഫ്, കഴിഞ്ഞ തവണ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് മലയോര മേഖലകളിൽ LDF സർക്കാരിനെതിരെ തുടർ സമരങ്ങൾ നടത്തിയപ്പോൾ എല്ലാ ക്രൈസ്തവ സഭകളും ഈ കാര്യങ്ങളൊന്നും ഓർത്തില്ലേ? മുനമ്പത്തെ LDFനെതിരെയും UDFനെതിരെയും വലിയ വിമർശനങ്ങളുമായി വന്നപ്പോഴൊന്നും ക്രൈസ്തവ സഭകൾക്ക്, കത്തോലിക്ക സഭയ്ക്കൊന്നും ഈ കാര്യം ഓർമ്മയുണ്ടായിരുന്നില്ലേ? ഗ്രഹാം സ്റ്റെയിൻസിനെയൊക്കെ നിങ്ങൾക്ക് ഈ മിനിറ്റിലാണോ ഓർമ്മ വരുന്നത്? ഈ കഴിഞ്ഞ സമയങ്ങളൊന്നും ഈ ഓർമ്മയൊന്നും കണ്ടില്ല. അത് തെറ്റാണ്. പിന്നെ ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കുക. അതായത് നമുക്കിവിടെ BJP എന്നോ പിന്നെ LDF എന്നോ UDF ഒന്നും ഇല്ല. ഇതിന് ഏറ്റവും അവസാനം ഈ വിഷയമായിട്ട് പറയുന്നില്ല, എങ്കിൽ പോലും വിഷയത്തിൽ വിട്ടാണെ പോലും പറയുകയാണ്. NSS ഇവിടുത്തെ പിന്നെ അധ്യാപക നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വന്നപ്പോഴത്തേന് LDF ഗവൺമെന്റ് കത്തോലിക്ക സ്കൂളിൽ നടപ്പിലാക്കിയെന്നാണ് പറയുന്നത്. ഇവിടെ അവർ ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് പറയുന്നില്ല. ശിവൻകുട്ടി പറഞ്ഞു തന്നെയാണ് മെത്രാന്മാര് പിന്നെ പ്രസ്താവന ഇറക്കിയിട്ട് കരിക്കാത്ത കയറി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഇവരാരും ഞങ്ങളെ അനുകൂലിക്കുന്നത് പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഓരോ കാലത്തെ പ്രവർത്തനം കണ്ടിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ ഒരു MLAയും ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഇറങ്ങി വന്നിട്ടില്ല. പാർലമെന്റിൽ ഇവരെല്ലാം സമരം നടത്തിയ സമരത്തിന്റെ ഘോഷയാത്ര നടത്തിയപ്പോഴും ഛത്തീസ്ഗഡിലെ ഒരു കോൺഗ്രസ് MPയും ഞങ്ങൾക്ക് വേണ്ടി നിന്നിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഞങ്ങൾ മാത്രമേ ഉള്ളെന്ന് എക്കാലവും ഞങ്ങൾക്കറിയാം. ഇവരാരെയും കാണാറില്ല. കോങ്കോയിൽ 50-60 ആൾക്കാരെ ഡെയിലി കൊന്നുകൊണ്ടിരിക്കുന്നത്. നൈജീരിയ. പക്ഷേ അല്ല, ശ്രീ പി ജോസഫ്, കത്തോലിക്ക കോൺഗ്രസ് പറയുന്ന ഈ എതിർപ്പ്, വലിയ നിലപാട് മാർ ജോസഫ് പാംബ്ലാരി പോലുള്ള അധ്യക്ഷന്മാർക്കില്ല. വൈദിക അധ്യക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് BJP എന്ത് ചെയ്തു എന്ന് അത് അനുകൂലിക്കുന്നുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. അത് താങ്കൾ കേട്ടിരുന്നോ? അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഛത്തീസ് ഗവൺമെന്റ് ഇത്രയും ശക്തമായി ഈ നടപടിയായിട്ട് മുമ്പോട്ട് പോയപ്പോൾ അമിത്ഷാ ഇടപെട്ടതിന് ശേഷമാണല്ലോ ഇതിന്റെ അകത്തൊരു മാറ്റമുണ്ടായത്. അതിന്റെ അകത്ത് നമ്മൾ അവരോട് തീർച്ചയായും അഭിനന്ദനാർഹം. ഇല്ലേ വീണ്ടും 15 ദിവസം കൊണ്ട് അവരകത്ത് കിടക്കുന്നില്ലേ?
വീണ്ടും NIA ഇവിടെ ഇരിക്കുന്ന അവിടുത്തെ ഒരു മജിസ്ട്രേറ്റ് കോടതിക്കോ ജില്ലാ കോടതിക്കോ വേണം ജാമ്യം കൊടുക്കാം. അവർ രണ്ടുപേരും കൊടുക്കാത്ത അവസ്ഥയ്ക്കകത്ത് ഈ പ്രശ്നം ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഇവിടുത്തെ BJP ഗവൺമെന്റ്, ഇവിടുത്തെ BJPയുടെ നേതാക്കന്മാരും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരം അറിയിച്ചപ്പോൾ അതിന്റെ അനുകൂലമായ നടപടിയിലേക്ക് അവർ വന്നു എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. അല്ലെ ഇപ്പോഴും സിസ്റ്റേഴ്സ് NIA കോടതിയും ജാമ്യം നിഷേധിച്ച് ജയിലിൽ കിടക്കുകയും ഹൈക്കോടതി. അതായത് ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഈ വിമർശനം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനയിലെ മാത്രം സംസ്ഥാന BJPയുടെ നിലപാടുകളെ ഉൾക്കൊള്ളുന്നു, പക്ഷേ ഈ ബാഹ്യ സമ്മർദ്ദത്തിനകത്ത് പെടുകയാണ് പാർട്ടി എന്നുള്ളൊരു വിമർശനമൊക്കെയാണോ? നമ്മൾ പറഞ്ഞില്ല, ഇതിന്റെ അകത്ത് സംഭവിച്ച ഛത്തീസ്ഗഡ് ഗവൺമെന്റ് അവിടുത്തെ വോട്ട് പിടിക്കാൻ ചെയ്തപ്പോൾ അവർക്കിത് നടപടിയെടുക്കുന്നില്ല. രണ്ടാമത് ഈ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളതാണ്. അത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു, അത് എടുത്തു കളയണം. ഈ ഒരു പർട്ടിക്കുലർ കേസ് മാത്രമല്ല, നാളെ UP-യിൽ പല അച്ഛന്മാരെ പിടിച്ച ജയിലിട്ടു. അതുപോലെ എത്രയോ പാസ്റ്റർമാരെ, ഇത് നമ്മള് ചെറിയൊരു കാര്യമായിട്ട് കാണേണ്ട കാര്യമില്ല. 100 കണക്കിന് പാസ്റ്റർമാരെ UP-യിലും മറ്റു പല സ്ഥലങ്ങളിലും ജാർഖണ്ഡിലും ഈ ഛത്തീസ്ഗഡിലും അകത്തിടുന്നുണ്ട്. അവരും ക്രൈസ്തവരാണ്. എല്ലാം ഒന്നും പുറത്തേക്ക് വരുന്നില്ല. ഇത് തീർച്ചയായും വളരെ പ്രകടമായ രീതിയിൽ തന്നെ. ശരി, ഓക്കെ, യെസ്, ഞാൻ